ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125. അത് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. BS4 മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ സർവീസ് സംബന്ധമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചാനാണ്. നിലവിൽ ബ്രേക്ക് ലൈനർ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനുള്ള ഓട്ടം ഓടിയിട്ടുള്ളൂ. വണ്ടി 16,000 കിലോമീറ്ററാണ് ഇപ്പോൾ അയക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോഴും ഓട്ടം കുറവാണ്. ബ്രേക്ക് ലൈനർ ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. നമുക്ക് മഴയൊക്കെയാണ് തന്നെ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ നമുക്ക് മാറ്റേണ്ട ഒരു കിലോമീറ്ററാണ്. 10,000 കിലോമീറ്ററാണ് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എയർ ഫിൽറ്ററും പ്ലഗ് അതങ്ങനെ സെറ്റായിട്ട് നമ്മൾ മാറ്റണേ. കാർബറേറ്റർ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വേറെ മിസ്സിങ്ങോ പ്രശ്നങ്ങളൊന്നുമില്ല. കാർബറേറ്റർ ക്ലീനിങ്ങും കൂടി കൂട്ടത്തിൽ ചെയ്തു പോകേണ്ടതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് കാർബറേറ്റർ അഴിക്കണില്ല. കാരണം കാർബറേറ്റർ ജനറൽ സർവീസിൽ വന്നതല്ല, നമുക്ക് അതിന് അഡീഷണൽ കോസ്റ്റ് വന്നാൽ ഓടിച്ച് നോക്കുമ്പോഴായാലും വേറെ പറയത്തൊക്കെ വേറൊരു കംപ്ലൈൻറ്റോ വല്ല മിസ്സിങ്ങോ സ്റ്റാർട്ടാവാനായിട്ട് ബുദ്ധിമുട്ടോ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് കാർബറേറ്റർ ഒഴിവാക്കിയേക്കുന്നത്. ഇത് മാറേണ്ട കിലോമീറ്ററാണ്. 10,000-ലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 11 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് CVT ക്ലച്ചാണ് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് തന്നെ. അപ്പോൾ അത് നോക്കുമ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അത് ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന പൊടിയാണത് കേട്ടോ. കാരണം ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അത് അഴിച്ച് ചെക്ക് ചെയ്ത് ലൂബ്രിക്കേഷനൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ കൊടുക്കണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും കിടക്കുന്ന ബെൽറ്റ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. നിലവിൽ ബെൽറ്റിനൊന്നും ഒരു അനക്കം പോലും വന്നിട്ടില്ല, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ സെറ്റൊക്കെയാണത്. നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് തേമാനമൊന്നും തന്നെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വർക്ക് ചെയ്തിട്ടുള്ള പൊടി എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെന്നല്ലാണ്ട് വേറെ പറയത്തക്ക വേറെ കംപ്ലൈൻ്റ് ഒന്നും. ബെൻഡെക്സ് യൂണിറ്റും വർക്കിങ്ങും ഓക്കെയാണ്, പ്രശ്നമില്ല. പിന്നെയുള്ളത് നമുക്ക് CVT ക്ലച്ചാണ്. ക്ലച്ചിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ യൂണിറ്റ് അഴിച്ചിട്ട് ഫുള്ള് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അത് നമുക്ക് ഓരോ 10,000 കിലോമീറ്ററിൽ നമ്മൾ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വിടാം കേട്ടോ. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. അതുകൊണ്ട് വേറെ അഡീഷണൽ കോസ്റ്റോ കാര്യങ്ങളൊന്നും അതിന് വരില്ല. അപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഇവിടെ നോക്കുമ്പോഴും ഈ കിക്കറിൻ്റെ വീല്, കിക്കർ വീല് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. അപ്പോൾ കൂട്ടത്തിൽ കൂടെ കിക്കർ വീലും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ഓൾറെഡി ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങും ആ ക്ലീനിങ്ങും ആണ് തന്നെ അതിനാട്ടോ. അപ്പോൾ അത് അത്രയും ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് എഞ്ചിൻ്റെ ഹെഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ചോക്കിൻ്റെ ആയാലും കാർബറേറ്ററിൻ്റെ ചോക്കാണ്, ചോക്ക് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് കേട്ടോ. ആക്സിലേറ്റർ കേബിളായാലും നല്ല കേബിളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. വലിയ പഴക്കമില്ല ആക്സിലേറ്റർ കേബിൾ, ഇടയ്ക്ക് എപ്പോഴും മാറ്റിയേക്കണതാണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ റൈറ്റ് സൈഡിലെ ബ്രേക്ക്, ഇവിടെ നമുക്ക് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ വണ്ടി ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തതിൻ്റെ കാരണം അതാണ്. അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഒരേ ലെങ്ത്തുള്ള കേബിളാണ്. ഇവിടെ ഔട്ടർ വലിഞ്ഞിട്ടാണ് ഇത് ഇവിടെ കയറി പോകുന്നത്. ഇത്രയും ഡിസ്റ്റൻസിലുണ്ട്. കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചുരുങ്ങാനായിട്ടുള്ളൊരു ഗ്യാപ്പ് ഇവിടെ കുറവാണ്. അത് ഔട്ടർ വലിഞ്ഞിരുന്നിട്ടാണ്. ഇനി അത് പോകെ കൂടുതലായിട്ട് വരുള്ളൂ. കാരണം നമുക്ക് തള്ളിയാൽ നീങ്ങാത്തൊരു കണ്ടീഷനിലേക്ക് പോരും. തന്നെ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടാകും. കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ ഇതിപ്പോൾ നമുക്ക് അഴിക്കുന്ന കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാലാണ് ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യും. അതിൻ്റെ ക്ലച്ച് വീലിൻ്റെ ഡ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകും കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.6 ഇഞ്ച് ഉണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്. നമുക്ക് വോൾട്ട് കിട്ടുമ്പോൾ മാക്സിമം വോൾട്ട് കിട്ടുന്നൊക്കെ ഉണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ബാറ്ററി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ വലിയ താമസമില്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ പെട്ടെന്ന് വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്ററിയുടെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരിക. അത് ഓരോ 10,000 കിലോമീറ്ററാണ് മാറ്റാം. മാക്സിമം ഓടിക്കാമെന്ന് പറഞ്ഞാൽ 12,000 കിലോമീറ്ററാണ് പരമാവധി ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ എന്തായാലും അടുത്ത സർവീസിനുള്ളിൽ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും കിട്ടില്ല. ഇപ്പോൾ ഏകദേശം 16,000 കിലോമീറ്റർ കഴിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റി പോകുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റായാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാൻ പറ്റും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത് എത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാണ് വർക്കുള്ളൂ കേട്ടോ.
സർവീസ് സംബന്ധമായിട്ട് നമുക്ക് മെയിനായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അതിൻ്റെ ഭാഗങ്ങളൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുക, ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങൾ നടത്താം, ബ്രേക്ക്, ആക്സിലേറ്റർ കേബിൾ, സ്വിച്ച് ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് സർവീസ് സംബന്ധമായിട്ട് വർക്കുകൾ വന്നിട്ട്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നത് ഒന്ന് ഓയിൽ ചേഞ്ച്. ഓയിൽ എന്ന സർവീസിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഓയിൽ ചേഞ്ചിന് പുറമെ വന്നത് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളുമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടി വന്നത് കേട്ടോ. കാരണം എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളൂ കേട്ടോ. അത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. വർക്ക് തീരുന്നുള്ള വൈകിട്ടത്തേക്ക് ആവുള്ളൂ കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം.